അപ്പോൾ ഈ നാരായണൻ എന്ന് പറയുന്നത് എന്താ? നാരായണൻ എന്ന് പറഞ്ഞാൽ രണ്ട് നാരായണൻ ഉണ്ട്. ഒന്ന് എൻ്റെ ഉള്ളിലുള്ള നാരായണനും, രണ്ട് പ്രപഞ്ച നാരായണനും. നിലാവിലേക്ക് വന്നു, നിലാവിൽ നിന്ന് കായ്കനികളിലേക്ക് വന്നു, കായ്കനികളിൽ നിന്ന് ഭക്ഷണങ്ങളിലേക്ക് വന്നു, ഭക്ഷണങ്ങളിൽ നിന്ന് സ്ത്രീയിലേക്കും പുരുഷനിലേക്കും വന്നു. ഒരു ദിവസം സമാഗം വന്നു, നമ്മൾ ഇവിടെ എത്തി. യെസ്, വയലിൽ പണിയെടുക്കുന്ന ആളും പട്ടാളക്കാരനൊക്കെ മെഡിറ്റേറ്റ് ചെയ്തിരുന്നാൽ ശരിയാവുമോ? അപ്പോഴാണ് കൗളമാർഗം എന്ന് പറയുന്നത്. വേറെ എന്ന് പറയുന്നത് അവിടെയൊക്കെ ഈശ്വരന് സമർപ്പിക്കല. ആർക്കെങ്കിലും കാല് വേദന ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങളെ വീട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലം ഒന്ന് നോക്കി നോക്കുക, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. സ്പിരിച്വൽ ഭാഷയിൽ പറയുമ്പോൾ നാമ ശിവായ. പക്ഷെ മൂപ്പർക്കൊരു പ്രശ്നമുണ്ട്, മൂപ്പർ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, മൂപ്പർ അനങ്ങൂല. ശിവൻ ഒരിക്കലും ഇളകില്ല, ഇളകി കഴിഞ്ഞാൽ അത് ശിവനല്ല. അപ്പം എന്താണ് ഈ ഇളക്കണത്? ഏറ്റവും ഉപയോഗപ്പെടുത്തിയത് ഒന്ന് രാവണൻ്റെ ശരീരവും, രണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശരീരമായിരുന്നു എന്നാണ്. രാവണൻ്റെ ശരീരം സുപ്രീം ആയിരുന്നു. പക്ഷെ എന്താ പ്രശ്നം പറ്റിയത്? അപ്പോൾ ഈ നാരായണൻ എന്ന് പറയുന്നത് എന്താ? നാരായണൻ എന്ന് പറഞ്ഞാൽ രണ്ട് നാരായണൻ ഉണ്ട്. ഒന്ന് എൻ്റെ ഉള്ളിലുള്ള നാരായണനും, രണ്ട് പ്രപഞ്ച നാരായണനും. അപ്പോൾ എന്തിനാ ഈ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് 10 ദിവസം എന്താ പറയുക, ഇത് എന്താ പറയുക, നമ്മളിതൊക്കെ ചെയ്ത് അവസാനം നാരായണനിൽ ലഭിക്കണമെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതായത് ഈ നേർരേഖയിൽ പോയിരിക്കുന്ന ഊർജം ഒരു ദിവസം എന്തോ പെട്ടെന്ന് അതിനൊരു ആഗ്രഹം വന്നു. ഈ ആഗ്രഹം വന്നപ്പോൾ എന്തായി? ഈ നേർരേഖ തന്നെയാണ് ഇത് പോകുന്നത്. പക്ഷേ ഈ ആഗ്രഹം വന്നപ്പോൾ എന്തായി? ഇത് നേർരേഖയിൽ ഒരു എന്താ തരംഗമായി. അത് നേർരേഖയിലാണ് പോണത്, പക്ഷേ വേവ്സ് ആയിട്ടാണ്. അപ്പോൾ ഇനി ഇത് മൂന്നാമത്തെ തിയറിയാണ്. എന്തൊന്ന് അസന്തുലിതാവസ്ഥയിലുണ്ടോ അതെപ്പോഴും സന്തുലിതാവസ്ഥ പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. യെസ് ഓർ നോ? യെസ്. അതായത് ഈ ചെയർ ഒരിക്കലും ഇങ്ങനെ ഒരു കാലിൽ നിൽക്കുമോ? ഇത് സന്തുലിതമാണോ? അപ്പോൾ ഇത് സന്തുലിതാവും എപ്പോഴാണ്? ഇത് സ്വസ്ഥായി കഴിഞ്ഞാലാണ് സന്തുലിതമായി. യെസ്. അപ്പം നമ്മളുള്ളിൽ ഇങ്ങനെ വേവ് ലെങ്തായി നിൽക്കുന്നതിന് ഇനി രണ്ടാമതും ഇത് സ്ട്രെയിറ്റ് ലൈൻ ആകണം. യെസ് ഓർ നോ? അപ്പോഴാണ് അത് സ്വസ്ഥാകുക. അപ്പം ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളത്, ഈ തരംഗമായിട്ടുള്ളത് യൂണിവേഴ്സിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ പാത്തുവേ പറയണ എങ്ങനെയാണ്? അതിങ്ങനെ പോയി, അത് നിലാവിലേക്ക് വന്നു, നിലാവിൽ നിന്ന് കായ്കനികളിലേക്ക് വന്നു, കായ്കനികളിൽ നിന്ന് ഭക്ഷണങ്ങളിലേക്ക് വന്നു, ഭക്ഷണങ്ങളിൽ നിന്ന് സ്ത്രീയിലേക്കും പുരുഷനിലേക്കും വന്നു. ഒരു ദിവസം സമാഗം വന്നു, നമ്മളിവിടെ എത്തി. യെസ്, അങ്ങനെ നമ്മളിവിടെ എത്തി. യെസ്. ഇനി എന്താ വേണ്ടത്? ഇവിടെ തന്നെ സ്ഥിരാക്കാനുള്ള പരിപാടി ഉണ്ടോ? പറ്റുമോ? ഇല്ല. ഇനി എന്താണോ നമ്മളുള്ളിൽ ഇങ്ങനെ തരംഗം ഉണ്ടാക്കിയത്, ആ തരംഗത്തിന് റിവേഴ്സ് അടിക്കണം. റിവേഴ്സ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് ഇത് ഇങ്ങനെ പ്ലെയിനായി വരും. ഇപ്പോൾ കല്യാണം കഴിക്കണം. അപ്പോൾ എന്തായി? കുറച്ചതായി. കുട്ടികളുണ്ടാവണോ? പലർക്കും പലതാട്ടോ. എൻ്റെ അതിൽ വാസ്തുവിലാണ് വന്നത്. അതുകൊണ്ട് എന്താ, എൻ്റെ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ വാസ്തുവാണ്. അപ്പം ഇതിലെൻ്റെ ആനന്ദം. അപ്പോൾ സ്വധർമ്മത്തിന് പറയുന്ന ഇതാണ്, എന്തൊന്ന് ചെയ്യുമ്പോഴാണോ നമുക്ക് സമയം കാലം ഇതൊക്കെ മറന്നു പോകണത്, ഒരുപാട് നമ്മളത് ലയിച്ച് പോകണത്, മനസ്സിലാകുക നിങ്ങൾ സ്വധർമ്മത്തിലാണ്. അപ്പം ഇവിടെ പറയണത് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തുകൊണ്ടാണോ ഈ തരംഗങ്ങളായത്, ആ തരംഗത്തിൽ നിന്ന് നമ്മൾ രണ്ടാമതും സ്ട്രെയിറ്റ് ലൈനാണോ, ECG ലൈനായിട്ടിരിക്കുന്നതിൽ ഇതാണോ? അപ്പോൾ അതിനെയാണ്. അപ്പോൾ അതിന് ഓരോരോ ആഗ്രഹവും സാധിച്ച് ഇനി എനിക്കൊന്നും വേണ്ട എന്നുള്ളൊരവസ്ഥ എത്തി. അത് നോളേജ് കൊണ്ടും എത്താം, അനുഭവം കൊണ്ടും എത്താം. അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഗൃഹസ്ഥാശ്രമിയുടെ. മറ്റേതോ സ്ട്രെയിറ്റ് ആയിട്ട് നോളേജ് കൊണ്ടാകുക. അപ്പം അങ്ങനെയാകുമ്പോഴെന്താ, മെഡിറ്റേഷൻ ഇതൊക്കെയായി വരുമ്പോൾ എന്താ, നമ്മളൊരു തലത്തിലായിട്ട് ഇനി എനിക്കൊന്നും വേണ്ട. അപ്പം പറഞ്ഞ മാതിരി നമ്മളെ സഹസ്രാരത്തിലൂടെ പ്രപഞ്ചത്തിലേക്ക് ഉയരാൻ പറ്റും. ഇത് ഒരു പാത്ത് വേ ആണിത്. അപ്പോൾ സാധാരണ ഗൃഹസ്ഥാശ്രമി എന്ന് പറയുമ്പോഴോ അവരെല്ലാം അനുഭവിച്ചിട്ടാണ്. അപ്പോൾ ഇന്നിപ്പം പറയുക, നമുക്ക് ഓരോരോ ആശ്രമങ്ങൾ പറയുന്നുണ്ട്, ഇതിനായിട്ട് പല വിദ്യകളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയമാർഗം, കൗളമാർഗം, മിശ്രമാർഗം എന്നൊക്കെ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു മിശ്രമാർഗ്ഗമാണ്. അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബജീവിതവും നയിക്കണം, അറ്റ് സെയിം ടൈം നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യും, അതും വേണം. ഇനിയിപ്പോൾ എന്താ, വയലിൽ പണിയെടുക്കുന്ന ആളും പട്ടാളക്കാരനൊക്കെ മെഡിറ്റേറ്റ് ചെയ്തിരുന്നാൽ ശരിയാവുമോ? അപ്പോഴാണ് കൗളമാർഗം എന്ന് പറയുന്നത്. വേറെ എന്ന് പറയുന്നത് അവിടെയൊക്കെ ഈശ്വരന് സമർപ്പിക്കില്ല, ദേവതയ്ക്ക് സമർപ്പിക്കില്ല. അല്ല പറയും. അപ്പോൾ എല്ലാം ഓരോ പാത്ത് വേ ആണ്. ഇപ്പോൾ വാസ്തുവിൻ്റെ സ്ഥാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിങ്ങൾ എന്തൊക്കെ ഉണ്ടോ
നിങ്ങളിപ്പോൾ സ്പിരിച്വലായിട്ടുള്ളതിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഓൺലി ബിക്കോസ് ഓഫ് യുവർ ഹോം എന്നാണ് ഞങ്ങൾ പറയുക. കാരണം അതിനുള്ള എലമെൻറ്റ്സ് നമ്മളെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങി കഴിയുമ്പോൾ സെറ്റാകുമ്പോഴാണ് അങ്ങനെയുള്ളൊരു പാത്വേയിൽ നമ്മൾ പോവുക. ഇല്ല, അസുഖമായിട്ട് ഏതെങ്കിലും ആശുപത്രി കിടക്കുന്നുണ്ടാവും. സിമ്പിളായിട്ട് പറയുക, ആർക്കെങ്കിലും കാല് വേദന ഉണ്ടോ? ഒന്നുമില്ല, നിങ്ങളെ വീട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലം ഒന്ന് നോക്കി നോക്കുക, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് തന്നെ ഈ പഞ്ചഭൂതങ്ങൾ സ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ശിവൻ എന്ന് പറയണു. ഞങ്ങളെ കൺസെപ്റ്റിൽ ഫിസിക്സിൻ്റെ ഇതിൽ തന്നെയാണ് ഞാൻ രണ്ടാമതും പറയുന്നത്, എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഫിസിക്സിൽ എന്താ പറയുന്നത്? യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര തരത്തിലുള്ള എനർജി ഉണ്ട്? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. യെസ്, ഇത് രണ്ടെണ്ണമാണ് ഊർജ്ജം ഉള്ളത്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജീനെ നമുക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും, പക്ഷെ സ്വയം മാറില്ല അത്. അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതാണ് ഈ 5 എലമെൻറ്റ്സ്. അതായത് എന്ന് പറഞ്ഞാൽ ആകാശം, ഭൂമി, ജലം. ഇതിനൊന്നും നമുക്ക് ഓട്ടോമാറ്റിക്കലി മാറില്ല. ഉയർച്ചയിൽ വ്യത്യാസം വന്നാലേ ഉള്ളൂ വെള്ളം ഒഴുകുള്ളൂ. അഗ്നി എപ്പോഴും മേലേക്കേ പോവുള്ളൂ. അഗ്നി തീ കൊളുത്തണം, പിന്നെ അനുകൂല സാഹചര്യം ഉണ്ടെങ്കിലേ പടർന്നു പിടിക്കുകയുള്ളൂ. ഇതിനൊക്കെ ഈ 5 എലമെൻറ്റ്സും സ്വയം മാറില്ല. ഇത് തന്നെയാണ് സ്പിരിച്വൽ ഭാഷയിൽ പറയുമ്പോൾ നമ ശിവായ. പക്ഷെ മൂപ്പർക്കൊരു പ്രശ്നമുണ്ട്, മൂപ്പർ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, മൂപ്പർ അനങ്ങൂല. ശിവൻ ഒരിക്കലും ഇളകില്ല, ഇളകിക്കഴിഞ്ഞാൽ ശിവനല്ല. അപ്പം എന്താണ് ഈ ഇളക്കണത്? അവിടെയാണ് നമ്മൾ പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതിനെയാണ് സ്പിരിച്വൽ ഭാഷയിൽ പറയുമ്പോൾ ദേവി എന്ന് പറയും. അപ്പോൾ ഫിസിക്സിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ എന്ത് പറയും? എന്താണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേർന്നാണ് യൂണിവേഴ്സ് എന്ന് പറയും. സ്പിരിച്വൽ ഭാഷയിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി പറയുന്ന തന്ത്രേൻ്റെ ഭാഷയിൽ പറയുമ്പോൾ പറയും എന്താ, അല്ലെ ഇത് പറയും ശിവശക്തി സംയോഗമാണ് യൂണിവേഴ്സ് എന്ന് പറയും. അതായത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ചേർന്നതാണ് യൂണിവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ നമ്മൾക്ക് ഇപ്പോൾ ഒരു ബോധമുള്ള ഒരു ശരീരം കിട്ടിയിട്ടുണ്ട്. യെസ്, ഇതിനെ നമ്മൾ ഒരു കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തുക. അതിന് നേരത്തെ പറഞ്ഞ ഒന്നുകിൽ ഞാൻ തന്നെയാകാം, അല്ലെങ്കിൽ ഞാനും പഠിച്ചോനും ഞാനും ഭഗവാനും പകുതിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ബി ഇൻ കമ്പനി ഓഫ് ഗ്രേറ്റ് മാൻ. എന്തെങ്കിലും ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇതുള്ള ഒരു ഗുരുവിൻ്റെ ഇതിൽ പിന്തുടരാം. അപ്പോഴും നമ്മൾക്ക് നമ്മളെ ഊർജ്ജം ഇതാവും. കാരണം നമുക്ക് സ്വയം അറിയാനൊക്കെ പറ്റും, ആര് വിചാരിച്ചാലും അറിയാൻ പറ്റും. പക്ഷെ എന്താണ്, അതിൽ കുറേ എററും അതും ഇതൊക്കെ വരും. അപ്പോൾ കുറേ ടൈം ടേക്കിംഗ് ആണത്. അപ്പോൾ വീണ്ടും ചെയ്തു ഇതായി വരുന്നു. മാത്രമല്ല അതിന് വല്ലാണ്ട് അഹങ്കാരം വർദ്ധിക്കും, നമ്മൾ രാവണനായി മാറും. ഇന്ന് ഭൂമിയിൽ ജനിച്ചതും ഉപയോഗിച്ചതുമായിട്ടുള്ള ശരീരങ്ങളിൽ ഏറ്റവും ഉപയോഗപ്പെടുത്തിയത് 1 രാവണൻ്റെ ശരീരവും 2 ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശരീരമായിരുന്നു എന്നാണ്. രാവണൻ്റെ ശരീരം സുപ്രീമായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം പറ്റിയത്? അദ്ദേഹത്തിൻ്റെ ഇതിൽ മാത്രം അതിനെക്കൊണ്ട് 10 തല വന്നു. ആ അഹങ്കാരമാണ് റൂള് ചെയ്യണത്. 2 ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഈ ശ്രീകൃഷ്ണൻ്റെ ശരീരം എന്താണെന്ന് വെച്ചാൽ, ഭഗവാന് പണ്ടേ അറിയാം ഏറ്റവും മോശം ജാതകം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയാണ്. ജനിച്ചു വീണ എവിടെയാ? ജയിലിൽ അല്ലേ? വരാവുന്നവരൊക്കെ ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ കൊല്ലാൻ ആളിവിടെ റെഡിയാ. യെസ് ഓർ നോ? അല്ലേ? പിന്നെന്താണ്, ഒരു വെറും കന്നാലി ചെക്കനായിട്ട് പശുവിനെ നോക്കിയിരിക്കുന്ന ഒരുത്തൻ ലോകത്തിൻ്റെ രാജാവായി മാറുക. യെസ് ഓർ നോ? അപ്പോൾ ലൈഫിൻ്റെ യാത്ര എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദരിദ്ര നാരായണനിൽ നിന്ന് ലക്ഷ്മി നാരായണനായി മാറുക എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മൾ അറിവില്ല, അറിവ് കൊണ്ടും ദാരിദ്ര്യം ഉണ്ടാകാം, ധനം കൊണ്ട് ദാരിദ്ര്യം ഒക്കെ ഉണ്ടാകാം. എല്ലാം ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പാത്വേ എടുക്കുക. അതിന് സ്പിരിച്വലും ആകാം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സന്യാസിയാകാം, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമിയാകാം. അവിടെ ഇതിൽ നമുക്ക് യൂസ് വരുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് യാത്രയിൽ പോയാലും ഗുരുവായൂർ എത്താൻ പറ്റും, ബസ്സിന് പോയാലും എത്താം, ട്രെയിനിന് പോയാലും ഒക്കെ എത്താൻ പറ്റും. ഇതിൽ ഏത് യാത്ര എടുക്കുന്ന അപ് ടു യു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, നടന്നും പോകാം ഗുരുവായൂരേക്ക്. യെസ് ഓർ നോ? അല്ലേ? അപ്പോൾ എന്ത് യാത്ര എടുക്കണോ ഒക്കെ അപ് ടു യു. ഇനി രണ്ടാമത്തെ, ഇതിനെങ്ങനെ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അവിടെ തുടങ്ങുന്നത് ആദ്യം എന്നിൽ നിന്നാണ്. ഞാൻ ഇപ്പം എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ്, അപ്പം ഞാൻ എന്തിനാ ഭൂമിയിൽ വന്നത്, ഈ ഒരു അന്വേഷണം വന്നവരാണ് ഇന്നിപ്പോൾ ഈ ഹോളിലേക്ക് വരിക.
ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പുറമേയുള്ള പ്രശ്നത്തിലൊക്കെ ആയിട്ട് വയറ്റിപ്പഴുപ്പിനായിട്ട് ഓടി നടക്കുന്നുണ്ടാവും. കാരണം അവരുടെ ആ വേവ് ലെങ്ത് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി എന്താ വഴി? അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സന്യാസി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ, എന്തെങ്കിലും ഒരു ആചാരം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണ്. ഇടയ്ക്ക് പോയിട്ട് അതും ഇതൊന്നും തോണ്ടി നോക്കണ്ട, നമുക്ക് അറിയുകയൊക്കെ ചെയ്യുക. പക്ഷെ അതിലങ്ങോട്ട് വിശ്വസിക്കുക, ഇതാണ് എൻ്റെ കർമ്മ, ഇതുകൊണ്ടാണ് ഞാൻ മോക്ഷം നേടുക എന്നോട് ഉറച്ചേക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇദ്ദേഹം പറഞ്ഞ മാതിരി നാറാണത്ത് പ്രാന്തം കിണർ വീഴ്ചായിരിയ കേട്ടിട്ടില്ല കഥ അല്ലേ? നേരം വെളുക്കുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ ചുറ്റും മുഴുവൻ കിണർ അല്ലേ? അപ്പോൾ കുറച്ച് നേരം ഇവിടെ കുഴിച്ച് ഇപ്പം പറയാണ് വട്ടത്തിരിപ്പാട് പറയുക, എടോ നാരായണ, നീ ഒരു കിണർ മര്യാദയ്ക്ക് കുഴിക്കുകയാണെങ്കിൽ നിനക്ക് വെള്ളം കാണൂലായിരുന്നോ അല്ലേ? അപ്പം പറയാണ് അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. രാവിലെ മുതൽ ഇത് എത്ര പൂജയായി? രാവിലെ രാമനെ പൂജിച്ച്, പിന്നെ ഗണപതിനെ പൂജിച്ച്, ഇത് എത്ര ദേവന്മാരിയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഏതോ ഒരു പാത്ത് എടുക്കുക. ഇവിടെ വാസ്തു എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എലമെൻ്റാണ്. പക്ഷേ ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ നല്ല ഒരു പാത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രോഗം വരും, അല്ലെങ്കിൽ ജോലി ഉണ്ടായില്ല, പൈസേൻ്റെ പ്രശ്നം വരും, അല്ലെങ്കിൽ കല്യാണം കഴിയില്ല, മക്കളുണ്ടായില്ല. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും മരിക്കണുണ്ട്. 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ 4 മണിക്കൂർ നമുക്ക് ബോധമില്ല. ഇതൊരു പരമസത്യമാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങളെ ബോഡി എവിടെയാണോ കിടക്കുന്നത്, ഒന്നാമത് നിങ്ങളെ ബോഡിയിൽ നിന്ന് തുടങ്ങുമ്പോൾ രണ്ടാമത് നിങ്ങളെ ബെഡ്റൂമാണ്. കണ്ടമാനം സാധനമുണ്ട്. കുറേ സാധനം മേടിക്കുന്ന മുഴുവൻ ബെഡ്റൂം കൊണ്ടുപോയിട്ട് അതിൻ്റെ കൂടെ 2 സാധനം കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താവും? നമുക്ക് അതിൻ്റേതായിട്ടുള്ള അവിടുത്തെ വേവ് ലെങ്ത് നമ്മൾക്ക് അനുകൂലമാകുമോ? അവിടെയാണ് നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാനുള്ളത് മണ്ഡപം ഒരുക്കുക. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഏറ്റവും നല്ല മരണം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ ഇതാണ്. കാരണം അവിടെ വേദനയില്ല എന്നാ. അപ്പം അങ്ങനെയാണ് അത് സ്റ്റാർട്ടിങ് ഫ്രം യുവർ ബെഡ്റൂം ഇറ്റ് സെൽഫ് അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഈ പാത്ത് തുടങ്ങണത്. ഒന്ന് നമ്മളെ വീട് നമ്മൾ നോക്കുക. അധികം ആൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, വാസ്തു ഒന്നും സ്പിരിച്വൽ ലൈഫിന് ആവശ്യമില്ല എന്ന്. സ്റ്റുപ്പിഡിറ്റിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇപ്പോൾ ഭാരതത്തിലുള്ള ഒരുവിധം സന്യാസി വര്യന്മാരുടെയൊക്കെ കൂടെ പോകാന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ജയിലിൽ കിടക്കുന്ന കുറേ ബോംബെയുള്ള സന്യാസിമാരെ സ്ഥലത്തും പോയി നോക്കിയിട്ടുണ്ട്. അവർ ജയിലിൽ കിടക്കാൻ എന്താ കാരണം എന്നുള്ള അവിടെ നോക്കിയാൽ കാണാം, കൃത്യമായിട്ട് അറിയാം എന്താണെന്ന്. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിലുള്ള 158 ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഉള്ള സന്യാസിമാരെയും കണ്ടിട്ടുണ്ട്. അവരിൽ എന്താണ് മാറ്റം വരുത്തിയെന്ന് കുറേ ഇതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഒന്ന് അറിയാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രേ പറയാനുള്ളൂ. 1 നമ്മളെ ശരീരം, 2 നമ്മളെ ആത്മീയമായിട്ടുള്ള യാത്ര, 3 നമ്മൾ എവിടെയാണോ നമ്മൾ നിൽക്കുന്ന ഊർജം. ഇത് നമ്മൾക്ക് സ്വാധീനിക്കാൻ പറ്റും. ഇതിനെ വേണമെങ്കിൽ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. ഇല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാണെന്നുള്ള കുറേ ധാരണയിൽ നമുക്ക് ജീവിക്കാം. പിന്നെ എന്താണ് വൈസ് മാൻ, ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയുക? അപ്പോൾ ഈ പ്യൂപ്പ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? ഈ പ്യൂപ്പ എന്ന് പറഞ്ഞ സാധനം ഒരു ദിവസം വല്ലാണ്ട് സങ്കടത്തിലായി. ഞാൻ നാളെ മരിക്കാൻ പോവുകയാടോ, ഇനി ഇല്ല, നാളത്തോടുകൂടി എൻ്റെ ജീവിതം കഴിഞ്ഞു. അപ്പം വൈസ് മാൻ എന്താ പറയണേ? നോ നോ നോ, ഇറ്റ് ഈസ് ബട്ടർഫ്ലൈ. നിങ്ങൾ മരിക്കുന്നത് അത് നല്ല പൂമ്പാറ്റിയായിട്ട് നിങ്ങൾ ചിറകടിച്ച് ഉണരാൻ പോവുക. സോ ഇത്രയേ ഉള്ളൂ. 1 യൂണിവേഴ്സിലുള്ള ഒരു നോളജും നമുക്ക് ഒഴിവാക്കാനില്ല. ഓരോന്നും ഓരോ തലത്തിൽ നമ്മളെ പരിപോഷിക്കാനായിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ഒരു സംയുക്തമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് പോകാനാണ് വിവേകം, അതായത് ബുദ്ധി. ഭഗവാൻ കൃഷ്ണ ഒരു എന്താ ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ ഉദ്ധവഗീത കേട്ടിട്ടുണ്ടോ? ഉദ്ധവൻ പറയാണ്, എടോ കൃഷ്ണ, നീ വിചാരിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധം നിർത്തിക്കൂടായിരുന്നോ? എടോ എനിക്ക് ആഗ്രഹമുണ്ടോ, പക്ഷെ അവരെന്നെ വിളിക്കണ്ടേ. എന്നാലും ദുര്യോധനൻ ജയിച്ചില്ലേ? ദുര്യോധനൻ ജയിച്ചു, കാരണം അയാൾക്ക് വിവേകം ഉണ്ടായിരുന്നു. അതെ, ദുര്യോധനൻ അറിയാം ഞാൻ ചൂതിൽ നിപുണനല്ലാന്ന്. അദ്ദേഹം എന്തു പറഞ്ഞു? എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മാമൻ കളിക്കുമെന്ന്. യുധിഷ്ഠിരനും അറിയാം അയാൾ ചൂതിൽ നിപുണനല്ലാന്ന്. പക്ഷേ ഞാൻ കുറേ ആഗ്രഹിച്ചിടോ. ഈ യുധിഷ്ഠിരൻ പറയാണ്, എനിക്ക് ചൂത് കളിക്കാൻ അറിയില്ല കേട്ടോ, എനിക്ക് പകരം കൃഷ്ണൻ കളിക്കും. ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലോ? സോ നമ്മളാണ് ഈ യുധിഷ്ഠിരൻ, നമ്മളാണ് പലതിനും, നമ്മളാണ് ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെ കുറേ കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് പോലും ഉപയോഗിക്കാത്ത യുധിഷ്ഠിരന്മാർ. സോ ദിസ് ഈസ് ദ ടൈം, എല്ലായിടത്തും ഉപയോഗിക്കുക. അടുത്ത ഇനി വരാനൊന്നും നോക്കണ്ട, ഈ ജന്മത്തിൽ തന്നെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആകുക. ഓരോ സെക്കൻഡിലും മോക്ഷം നേടുക, ആനന്ദം.
പരമാനന്ദം. ഇത് ഓരോ സെക്കൻഡിലും അനുഭവിക്കുക. താങ്ക് യു നിഷാന്ത്ജി. താങ്ക് യു നിഷാന്ത്ജി. അങ്ങനെ വെറുതെ പോകുന്നില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിലുണ്ട്. അതെല്ലാം ഉച്ചയ്ക്ക് ശേഷം, ലഞ്ചിന് ശേഷം നമുക്ക് ചെയ്യാം. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് സ്വന്തമായിട്ട് വീടുണ്ട്? ഒറ്റ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തോട് ചോദിക്കാം. അതായത് പേടിപ്പെടുത്തലുകളും അല്ലെങ്കിൽ പ്രതീക്ഷകളും തരുന്നതാണ് ഒരു വാസ്തു കൺസൾട്ടൻറ്റ്. അദ്ദേഹം പ്രതീക്ഷകൾ കൊടുത്ത് ഒരു ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾ കൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ്. നിഷാന്ത്ജിയെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിനോടൊപ്പം തന്നെ ഷാഹിദാജിയും ദർശനാജി, പിന്നെ രാജലക്ഷ്മി ടീച്ചർ, ഇവരെല്ലാവരും ഉച്ചയ്ക്ക് നമ്മളോടൊപ്പം ഉണ്ട്. നിരഞ്ജന മേഡം ഉണ്ട്. ഇന്നിപ്പോൾ നമ്മളുടെ കൂടെ ആധ്യാത്മിക രംഗത്തും കലാസാംസ്കാരിക രംഗത്തും ഏറെ പങ്കുകൾ വഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട എറണാകുളം NSSന്റെ ജനറൽ സെക്രട്ടറിയായ രാമേന്ദ്രൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എറണാകുളം കരയോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആരാധനായ രാമചന്ദ്രൻ സാർ, അദ്ദേഹത്തിന് നമ്മളൊരു സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. ക്ഷേത്രങ്ങൾ, ചാരിറ്റി സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ തുടങ്ങി ഒട്ടനവധി സ്ഥാപനങ്ങൾ എറണാകുളം നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി നടത്തുന്ന എറണാകുളം കരയോഗത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് സ്നേഹാദരവ് നൽകുന്നതിനായി തസ്മൈ ഗുരുജിയെ ക്ഷണിക്കുകയാണ്. കയ്യടികളോടെ ഈ പരിപാടി നടത്തുന്നതിനായി TD ഹാൾ ചോദിച്ചപ്പോൾ ഒരുപാട് സഹായങ്ങൾ നമുക്ക് അദ്ദേഹം ചെയ്തു തന്നു. അപ്പോൾ അത് സ്നേഹത്തോടെ ഓർക്കുന്നു. 2 വാക്ക്. ഞാൻ ഈ വേദിയിൽ ഒരു വാക്ക് പോലും പറയാൻ യോഗ്യനുള്ള ആളല്ല. ഞാൻ ഇദ്ദേഹം ലാസ്റ്റ് സൂചിപ്പിച്ചപ്പോൾ വാസ്തു സംബന്ധമായ കാര്യങ്ങൾ, ഞാൻ വാസ്തുവിലും സയൻറ്റിഫിക് വാസ്തു എന്താണെന്ന് അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹം നേരത്തെ പറഞ്ഞ കൗള ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്. കർമ്മമാണ് എൻ്റെ ഏറ്റവും മെയിൻ കാര്യം. എനിക്കത് മറ്റു കാര്യങ്ങളിലേക്ക് അധികം സമയമില്ല. ധാരാളം ആധ്യാത്മിക കാര്യങ്ങൾ സംഘടിപ്പിക്കുക, വെറും ചട്ടുകമായി ഒരു നിയോഗമായി. ചട്ടുകത്തിന് 2 വശമാണ്, ഒരു സൈഡം ചൂടാവണം, ഒരു വശം ചൂടാവാത്തതുകൊണ്ട് ചട്ടുകം. അപ്പോൾ ആ ചട്ടുകത്തിൻ്റെ ചൂടാവണ വശമാണ് ഞാൻ. മറ്റത് ഭഗവാന്റെ കയ്യിലായിരിക്കണം. ഭഗവാൻ ഇങ്ങനെ ഇളക്കാൻ പറയും, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ചൂടാവണ വശം പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലായല്ലോ. നാട്ടുകാരുടെ മുഴുവൻ കേൾക്കാനുള്ള കേൾക്കും ചീത്ത കേൾക്കും പറയും. അങ്ങനെ സമൂഹമായിട്ട് കഴിഞ്ഞ 52 കൊല്ലം ഇടപഴകി സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തൊതുങ്ങി ഒരു ജാതി മത ചിന്തകൾക്ക് അതീതമായി 365 ദിവസം അമ്പലത്തിൽ പോവുക അങ്ങനെയൊന്നുമില്ല. അമ്പലത്തിൽ വല്ലപ്പോഴും ഒന്ന് പോയി തൊഴുക. ദിവസവും ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടക്കുക. എല്ലാ കർമ്മങ്ങളിലും ഭഗവാനുണ്ട്. ഞാനല്ല, ഏതൊരു ശക്തി എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ശക്തിയാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ളത് എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യുന്നവരോടൊപ്പം ഭഗവാൻ കൃഷ്ണൻ്റെ ഒപ്പം ഞാനുണ്ട്. ഇച്ഛ ഇല്ലാതെ, ബലമില്ലാതെ നമ്മളെല്ലാ കർമ്മം ചെയ്യുക, കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ഉറക്കത്തിലായാലും ഇവിടെ നടന്ന് ഇദ്ദേഹത്തിൻ്റെ മടിയിൽ വീണ് മരിച്ചാലും സന്തോഷമാണ്. എല്ലാ മരണവും അങ്ങനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയട്ടെ. ആരും ദുഃഖങ്ങളും കഠിനമായ വേദനകളോടും ICUലൊന്നും കിടക്കാതെ മരിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥന. ഡോക്ടർമാരുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഹോസ്പിറ്റലുകാരുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവിടെ മാത്രം പോകാണ്ടിരിക്കുക നിങ്ങൾ. ബാക്കി നിങ്ങൾ എങ്ങനെ മരിച്ചാലും ഭഗവാൻ നിങ്ങളെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടട്ടെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കളോടുള്ള നന്ദി പറയുന്നു. ജനങ്ങളുണ്ട് ഇവിടെ, ആചാര്യന്മാരുണ്ട്, നന്നായിട്ട് എന്നെക്കാളൊക്കെ സംസാരിക്കാൻ കഴിയുന്നവരുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ തുടർന്ന് കേൾക്കുക. എന്തെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം ഇവിടെ കളയാതെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും തിരിച്ചു കൊണ്ടുപോവുക. ഏതെങ്കിലും ഒന്ന് പ്രായോഗിക പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ ധന്യമാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുരുവായൂരപ്പൻ എല്ലാവരും രക്ഷിക്കട്ടെ എന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളോടൊപ്പം രാജലക്ഷ്മി അമ്മയും ഷാഹിദ മാമും നിരഞ്ജനയും ദർശനയും ഒക്കെ ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള സെഷനാണ്. 4 മണിയോടുകൂടി നമ്മളെ സംഗീതത്തിൻ്റെ മായാലഹരിയിലേക്ക് ആറാടിക്കാൻ കണ്ണൂരിൽ നിന്നുള്ള സിതാനി ഭജൻസിൻ്റെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്.